തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഒരു ആരാധനാ വർഷത്തിലെ സുപ്രധാന സംഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. 3 നൊയമ്പിന് ശേഷം വാങ്ങിപ്പോയ എല്ലാ പുരോഹിത ശ്രേഷ്ഠരെയും വിശ്വാസികളായി വാങ്ങിപ്പോയ സകല സഭാ മക്കളെയും ഓർത്തുകൊണ്ട് വിശുദ്ധ 50 നോമ്പിലേക്ക് നാം കടക്കുകയാണ്. സാക്ഷികളുടെ വലിയ സമൂഹം നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഇത് കാണിക്കുന്നു. നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടന് നേരെ തോൽക്കാത്ത ആയുധവുമാകുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17:21 കർത്താവ് പറയുന്നത് നോമ്പാലെയും പ്രാർത്ഥനയാലെയും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്നാണ്. നമ്മുടെ പ്രാർത്ഥന ഉയരത്തിലേക്ക് എത്തണമെങ്കിൽ നോമ്പും ദാനധർമ്മങ്ങളുമാകുന്ന 2 ചിറകുകൾ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ നോമ്പാലെയും ഉപവാസത്താലെയും മാത്രമാണ് സാധിക്കുന്നത്. നോയമ്പിന്റെ ആദ്യ ദിവസത്തെ പേതൃത്വ എന്നാണ് പിതാക്കന്മാർ വിളിക്കുന്നത്. എന്താണ് പേതൃത്വ? ഇതൊരു സുറിയാനി പദമാണ്. പുറകോട്ട് നോക്കുക, അനുരഞ്ജനപ്പെടുക എന്നൊക്കെ അർത്ഥം പറയാം. നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ പുറകോട്ട് നോക്കി നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി ദൈവത്തോടും മനുഷ്യരോടും അനുരഞ്ജനപ്പെടുവാനായി ദൈവം നമ്മെ വിളിക്കുന്ന ഞായറാഴ്ചയാണ് പേതൃത്വ ഞായർ. ഈ ദിവസത്തെ വേദവായനാ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളാണ്. കർത്താവും ശിഷ്യന്മാരും കന്യകമറിയ അമ്മയും കൂടെ പങ്കെടുത്ത വിവാഹ വിരുന്ന് ഇത് അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു എന്നാണ് വായിക്കുന്നത്. സമവീക്ഷണ സുവിശേഷം കർത്താവിന്റെ അത്ഭുതങ്ങളെ ഉപമകളായി ചിത്രീകരിക്കുമ്പോൾ യോഹന്നാനിൽ 7 അടയാളങ്ങളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 7-ന് വളരെ പ്രാധാന്യം നൽകുന്ന പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. 7 പൂർണ്ണതയുടെ സംഖ്യയാണ്. അടയാളങ്ങൾ ആഴമായ ആത്മീക സത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഗലീലയിൽ നിന്നും കാനയിലേക്ക് 10 കിലോമീറ്റർ ദൂരമുണ്ട്. കാന എന്നതിന് സുറിയാനിയിൽ കൊത്തിനെ എന്നാണ് പറയുന്നത്. ആ ഭവനക്കാർക്ക് ഏറെ വേണ്ടപ്പെട്ടവരായിരുന്നു യേശുവും മാതാവും ശിഷ്യന്മാരും. യഹൂദന്മാരുടെ വിവാഹ ആഘോഷങ്ങൾ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അതിന്റെ 3-ാം ദിവസത്തെ ആഘോഷത്തിനാണ് ഇവർ പങ്കെടുത്തത്. അവിടുത്തെ ആചാരമാണ് വിരുന്നിനൊപ്പം വീഞ്ഞും കൊടുക്കുക എന്നത്. മശിഹായുടെ യുഗത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി വീഞ്ഞിനെ യഹൂദന്മാർ കണക്കാക്കിയിരുന്നു. ഈ അടയാളത്തോടൊപ്പം യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് വായിക്കുന്നു. അവിടെ യഹൂദന്മാർക്ക് ശുദ്ധീകരണത്തിനായി വെള്ളം വിൽക്കുന്ന 2-3 പറവീതം കൊള്ളുന്ന 6 കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു. 6 അപൂർണതയുടെ സംഖ്യയാണ്. ഈ കൽപാത്രങ്ങളെ ദൈവിക കൃപ കൊണ്ട് നിറച്ചപ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തി മണവും നിറവും ഗുണവുമുള്ള മേത്തരം വീഞ്ഞായി മാറി. കുറവുകളെ നിറവുകളാക്കുവാൻ ദൈവകൃപയ്ക്കേ കഴിയൂ. ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ. 1, നമ്മുടെ ആഘോഷങ്ങളുടെ നടുവിൽ ക്രിസ്തുവിന് ഇടമുണ്ടോ എന്ന് നാം ചിന്തിക്കണം. നമ്മിൽ പലരും രോഗങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ മാത്രമാണ് യേശുവിനെ തേടി നടക്കുന്നത്. വലിയ ആത്മീകരാകാൻ ശ്രമിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. സന്തോഷം വരുമ്പോൾ യേശുവിനെ പാടെ മറന്നുകളയും. സന്തോഷത്തിലും സന്താപത്തിലും യേശുവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി നാം ആയിത്തീരണം. 2, പരിശുദ്ധ മാതാവ് കാണിച്ചു തരുന്ന മാതൃക സഭയുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൽ ദൈവത്തെ തിരിച്ചറിയാതെ ജീവിക്കുന്ന ആളുകളുടെ നടുവിൽ ആവശ്യക്കാരന്റെ കുറവുകൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. 3, അവൻ കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ അമ്മ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പാകുന്ന യാത്രയിൽ ജീവിതത്തിൽ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും അവനെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.